ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവം ഓരോ നിമിഷവും അനുഗ്രഹത്താൽ നടത്തുന്ന വഴികൾക്കായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളുമായിരിക്കാൻ സാധിക്കുക. ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ലഭിക്കുന്ന നല്ല അനുഗ്രഹങ്ങൾക്കായിട്ട് നന്ദി പറയാം. ദാനമായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നവരായിട്ട് വളർന്നു വരുവാൻ ഇന്നത്തെ തലമുറകൾ നേരോടുകൂടി നടക്കുന്നവരായിട്ട് വരുവാൻ സദൃശവാക്യങ്ങളിൽ വചനങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നത് വായിച്ചുകൊണ്ട് അത് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കുഞ്ഞുങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ആ വചനങ്ങളാൽ ശക്തിപ്പെട്ടുകൊണ്ട് നമുക്ക് മുൻപോട്ട് ജീവിക്കാൻ സാധിക്കണം. നിന്റെ മകനെ ശിക്ഷിക്കുക, അവൻ നിനക്ക് ആശ്വാസമായി തീരും. സദൃശവാക്യങ്ങൾ 29 അധ്യായം 17 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. മക്കൾ ശിക്ഷണത്തിൽ തന്നെ ചെറുപ്രായം മുതൽ വളർന്നു വരാൻ ഇടയായാൽ ദൈവം ഓരോ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. മാതാപിതാക്കളെ അനുസരിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങളായി വളരണമെങ്കിൽ ശിക്ഷണത്തിൽ തന്നെ ചെറിയ പ്രായം മുതൽ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. വചനത്തിൽ ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്നത് വടിയെടുത്തുകൊണ്ട് തന്നെ മക്കളെ വളർത്തുവാൻ സാധിക്കണം. ദൈവം കരുണയുള്ള ദൈവമാണ്. ഓരോ തെറ്റുകൾ ചെയ്യുമ്പോഴും ക്ഷമയോടുകൂടി നമ്മെ വീണ്ടും സ്നേഹിക്കുന്ന ഒരു കർത്താവിനെ നമുക്കറിയാം. അത്തരത്തിൽ മക്കൾ ചെയ്യുന്ന ഓരോ തെറ്റുകളെയും ക്ഷമിക്കുന്നതിന് മാതാപിതാക്കൾക്ക് കഴിയണം. അവരെ ശിക്ഷിച്ചുകൊണ്ട് മുൻപോട്ട് വളർത്തുവാൻ ചെറിയ പ്രായം മുതൽ നമുക്ക് സാധിക്കണം. ഓരോ വളർച്ചയുടെ ഘട്ടത്തിലും അവരെ അറിയുന്നതിന്, അവരുടെ മനസ്സിനെ സ്നേഹിക്കുന്നതിന്, അവരോടൊത്ത് ആയിത്തീരുന്നതിന് നമുക്ക് സാധിക്കണം. ഇന്നത്തെ തലമുറകൾ നശിച്ചുകൊണ്ടിരിക്കുന്നു. തലമുറകളുടെ ജീവിതവും അവരുടെ സാഹചര്യങ്ങളുമൊക്കെ അതിന് ഉതകുന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയുടെ കരങ്ങളിൽ ആ ശക്തിയിൽ മാത്രമേ നന്മയുണ്ടാവുകയുള്ളൂ. പ്രാർത്ഥന മാത്രമാണ് നമ്മെ നേരായ പാതയിൽ വഴി നടത്താൻ സഹായിക്കുന്നത്. ശിക്ഷണത്തിൽ വളരുന്ന മക്കൾ മാതാപിതാക്കൾക്ക് ആശ്വാസകരമായി തീരും. തലമുറകളുടെ നാശം സംഭവിക്കാതിരിക്കുന്നതിന്, തലമുറകളുടെ നല്ല ജീവിതത്തിന് വേണ്ടിയിട്ട് ചെറിയ പ്രായം മുതൽ ശിക്ഷണത്തിൽ വളർത്തുവാൻ നമുക്ക് സാധിക്കണം. അവരെ താലോലിച്ചും ഓമനിച്ചും വളർത്തുന്നതോടൊപ്പം തന്നെ ശിക്ഷയും കൊടുത്തുകൊണ്ട് വളർത്തുവാൻ നമുക്ക് കഴിയണം. സദൃശ്യവാക്യങ്ങളിലെ ഓരോ വാക്യങ്ങളും അത്രമേൽ നമ്മുടെ മനസ്സിന് ഉതകുന്നതാണ്. മനസ്സിൻ്റെ ചിന്തകളെ ഉണർത്തുന്ന ഓരോ വാക്യങ്ങളും തലമുറകളുടെ നന്മകൾക്കായിട്ട് എടുത്തുപയോഗിക്കുവാൻ നമുക്ക് സാധിക്കണം. വചനം വായിച്ച് ശക്തിപ്പെടുവാൻ, അതിനനുസരിച്ച് കുഞ്ഞുങ്ങളെ വളർത്തുവാൻ മാതാപിതാക്കൾക്കായി നമ്മൾക്ക് സാധിക്കണം. വചനത്തിൻ്റെ വേരൂന്നി വളരുവാൻ ഓരോ ദിവസവും നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കുഞ്ഞുങ്ങളെയും നമ്മെയും സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായിട്ടുള്ള നാമത്തോട് ചേർന്ന് നിന്നുകൊണ്ട് വളർന്നു വരുവാൻ നമുക്ക് സാധിക്കണം. സദൃശ്യവാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് പോലെ മകനെ ശിക്ഷിക്കുക, അവൻ നിനക്ക് ആശ്വാസമായി തീരും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.